നമസ്കാരം. വോട്ട് ഓൺ വീൽസ് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ആറ്റിങ്ങലിന്റെ മനസ്സിലുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് അറിയേണ്ടത് അല്ലേ? ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ. തിരിച്ചുപിടിക്കാനായി വി ജോയ് ഇറങ്ങുമ്പോൾ മണ്ഡലം നിലനിർത്താൻ UDF വേണ്ടി അടൂർ പ്രകാശ്, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരനും മത്സര രംഗത്തുണ്ട്. ആറ്റിങ്ങൽ എങ്ങനെ ചിന്തിക്കുമെന്ന് അറിയണ്ടേ? ഇപ്പോൾ ആറ്റിങ്ങലിന്റെ വിശേഷങ്ങൾ അറിയാം അല്ലേ? ആറ്റിങ്ങലിന്റെ വിശേഷങ്ങളിലേക്ക് വോട്ട് ഓൺ വീൽസ്. ചേട്ടാ നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? ഇലക്ഷനാണ് വിശേഷം. ആണോ? എങ്ങനെ പോകുന്നു മത്സരമൊക്കെ? നല്ല ടൈറ്റായിട്ട് തന്നെ പോകുന്നു. ആറ്റിങ്ങൽ ആർക്കാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത, മുൻതൂക്കം? മുൻതൂക്കം ജോയിക്ക് തന്നെ. എന്താ ജോയി അണ്ണൻ ഒരു മുൻതൂക്കം? ജോയിക്ക് ഇതുവരെ ഇലക്ഷനിൽ തോറ്റ ഒരു വ്യക്തിയല്ല, ചരിത്രം ഇല്ല. അങ്ങനെ ചരിത്രമില്ല. ആ വ്യക്തിത്വത്തിന് തന്നെ നല്ലൊരു ശതമാനം വോട്ട് വരും. വ്യക്തിത്വത്തിന് മാത്രം, പിന്നെ പാർട്ടിയുടെ വോട്ട്. ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ടോ ആറ്റിങ്ങൽ? ത്രികോണം എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ മേൽക്കൈ ജോയിക്ക് തന്നെ, ഇടതുപക്ഷത്തിന്. മൂന്നുപേരും ശക്തരായ സ്ഥാനാർത്ഥികളാണല്ലോ, വി ജോയി, അടൂർ പ്രകാശ്, വി മുരളീധരൻ. അവരെല്ലാം വരുത്തരും കൂടെയാണ്, രണ്ടുപേരും വരുത്തരാണ്. നമ്മളെ കാര്യങ്ങൾ പറയണമെങ്കിൽ ജോയിയുടെ അടുത്ത് പോയി പറഞ്ഞല്ലേ. അതിപ്പോ അവർക്ക് മനസ്സിലായി, ഇപ്പൊ കേരളം മാത്രമേ അവർക്കുള്ളൂ. കേരള കോൺഗ്രസ് പോലെ ആയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ ചിട്ടയിലായി. അവർക്ക് വേറെ ഒരു സ്ഥിരം മണ്ഡലം ഇല്ലാതെ. എങ്ങനെയാണ് ആറ്റിങ്ങലിന്റെ ഒരു അവസ്ഥ? ആറ്റിങ്ങലില് നല്ല കടുത്ത മത്സരമാണ്, നല്ല ചൂടുണ്ട്. എന്നാലും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ സജീവമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, UDF ഒരു നിലപാടില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന് നിലപാടില്ല എന്നുള്ളതാണ്. ഈ BJP കേരളത്തിൽ വാഗ്ദാനം ചെയ്യുന്ന കുറെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാൾ മത്സരിക്കുന്ന മണ്ഡലമാണിത്. തീർച്ചയായിട്ടും ആ കേന്ദ്രമന്ത്രി നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. കാര്യം ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ എന്താണ്, ഡ്രൈവറാണെന്ന് തോന്നല്ലോ? ഏതാ വണ്ടി? ഓട്ടോ ഒക്കെ ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം പോകുന്നുണ്ട്. ഈ പെട്രോളിന്റെ വിലയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ശീലമായല്ലേ? അതെ. എന്താണ് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ? അതിനെ കുറിച്ച് അത്രയും വ്യക്തമായിട്ട്. എന്നാലും ഒരു ചൂടെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം. നല്ലൊരു മത്സരം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ MP കഴിഞ്ഞ 5 വർഷം? കുഴപ്പമില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തോ? അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ 5 വർഷമായി ഇവിടെ അടൂർ പ്രകാശ് MP ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിക്കാനായിട്ട് കൈവീശി വന്ന ഒരാൾ ഇപ്രാവശ്യം നമ്മൾ കണ്ട വീണ്ടും കൈ കാണിച്ച് വരുന്നതാണ്. ഈ 5 വർഷക്കാലം പുള്ളി എവിടെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആർക്ക് പറഞ്ഞുകൂടാ. ആ ആള് വീണ്ടും വോട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് വോട്ട് കൊടുക്കുന്നത്? എങ്ങനെയുണ്ട്, ചൂടുണ്ടോ ഇലക്ഷന്റെ? ഇലക്ഷന്റെ നല്ല ചൂടാണ്, ഒന്നുമില്ല. പിന്നെ നല്ല മത്സരമാണ് നടക്കുന്നത്. 3 പേര് നല്ല ശക്തരായ സ്ഥാനാർത്ഥികളാണ്. അപ്പൊ ഇതുവരെയുള്ളൊരു ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു പ്രചരണവും നല്ല ഇതാണ്, നല്ല അഭിപ്രായമാണ്. ആർക്കെങ്കിലും ഒരു മുൻതൂക്കം പറയാവുന്ന ഒരു അവസ്ഥയിലെത്തിയോ? ജോയിക്കാണെന്നാണ്. എന്താണ് അത്തരത്തിലൊരു അത്രയും നല്ല സ്ഥാനാർത്ഥിയാണ്. അത് തന്നെയാണ്. MLA എന്ന രീതിയിൽ മികച്ച വർക്കലെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, നല്ല അഭിപ്രായമാണ് ആൾ. ഇവിടുത്തെ നിലവിൽ MP യെ കുറിച്ച് എന്താ അഭിപ്രായം? MP യെ കുറിച്ച് നമ്മളെ കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. ആദ്യം പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും ഞാനുണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. ചേട്ടാ കട തുറന്നിട്ടേ ഉള്ളൂ? തുറന്നിട്ടാണോ? ഞങ്ങൾ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ഒരു യാത്രയിലാണ്. എന്താണ് ഇവിടുത്തെ ആറ്റിങ്ങലിലെ എല്ലാ വർഷം നേരത്തെയൊക്കെ ഉള്ള വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര ഒരു ചൂട് കാണാനില്ല. ഇല്ല, പഴയ കാലത്തിൽ ചൂടില്ലേ? പഴയ കണക്കുള്ള ഒരു പറ്റി. പിന്നെ അതിന് കൊള്ളാമെന്നുള്ള സ്ഥാനാർത്ഥി ചെയ്യണമെന്നുള്ള. ആർക്കാണ് അനുകൂലമായിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും 3 പേര് ഒരു കണക്ക് തന്നെ തോന്നുന്നത്. അവസാനം ആലോചിച്ച് തീരുമാനിച്ച് അങ്ങോട്ട് ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു അടൂർ പ്രകാശ് MP എന്ന നിലയിൽ? എങ്ങനെയുണ്ടായിരുന്നു? സാധാരണ നോർമലി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ? നല്ല വാശിയാണോ? വാശിയേറിയ മത്സരമാണോ? എന്താണ് ഇവിടുത്തെ ഇതുവരെയുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ട്, എന്ത് തോന്നുന്നു? അറിയാൻ പറ്റില്ല, അതെല്ലാം ജനങ്ങളെ. MP എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാന്ന് പൊക്കോണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല, ഇലക്ഷന്മാരെ പറയും. ചേട്ടാ നമസ്കാരം. ഞാനേ യാത്ര തുടങ്ങിയിട്ട് കുറേ ദിവസമായല്ലോ, മുടിയൊക്കെ ഒന്ന് റെഡിയാക്കിയാലോ ഇങ്ങനെ ആലോചിക്കുന്നു. ഒരു പഴയ ബാർബർ ഷോപ്പ് അല്ലേ? നാട്ടിൻപുറത്ത് ഒരു ബാർബർ ഷോപ്പ്. ഞങ്ങളെ കുറച്ച് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാ. ഇലക്ഷനെല്ലാം നല്ല ചൂടിൽ പോയ സ്ഥാനാർത്ഥികളെല്ലാം വന്നു പോയി. ഉഷാറാണ്. 2 പാർട്ടിയും
നല്ല പോരാട്ടം നടക്കുകയാണ്. രണ്ട് പാർട്ടിയുള്ളൂ. മൂന്നാമത്തെ പാർട്ടി വലിയ മെച്ചമൊന്നുമില്ല. ഇതുവരെ അങ്ങനെയല്ല. BJP ഇവർ തമ്മിലാണ് അത് LDF ഉം UDF ആയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് കൂടുതൽ. പിന്നെ എന്താ സാധ്യത ഒന്നും പറയാനായിട്ട് കഴിയില്ല, ആയില്ല. എന്നാലും LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് അടൂർ പ്രകാശ് എങ്ങനെയുണ്ടായിരുന്നു MP എന്ന നിലയിൽ? കുഴപ്പമില്ല. മണ്ഡലത്തിലെല്ലാം ഇതാണെങ്കിലും LDF-നാണ് ഇവിടെ മുൻതൂക്കമായിട്ട് പോകുന്നത്. ഈ V മുരളീധരൻ കേന്ദ്രമന്ത്രിയുള്ള മത്സരം മന്ത്രി അതാ വലിയ പ്രവർത്തനവും വലിയ ഇതൊന്നും ഇല്ല ഇവിടെ. ആണല്ലേ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എങ്ങനെ കാര്യങ്ങൾ അത്യാവശ്യം ആളൊക്കെ വരുന്നുണ്ടോ മുടി വെട്ടാനൊക്കെ? നമ്മുടെ ജോലിയെല്ലാം ഇങ്ങനെ പ്രായമില്ലായി ഇങ്ങനെ ഇരുന്ന് പോകുന്നത്. എത്ര വർഷമായിട്ടുണ്ട് ഈ കട? ഒരു 40 വർഷം. 40 വർഷമായി ഇവിടെ തന്നെയാണ് തുടക്കം. ഞാൻ നമ്മളങ്ങനെ പോവുകയാണ്. പിന്നെ ഭരണമൊന്നും മോശമല്ല, കേരളത്തിന്റെ ഭരണമല്ല നല്ല ഇതുകൊണ്ട് LDF പോരാനുള്ള മുൻതൂക്കം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. മുഖ്യമന്ത്രി എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രി നല്ല ഇതാണ്. മുഖ്യമന്ത്രിയോട് നമ്മൾ കൂടുതൽ അനുകൂലമാണ്. സാധുക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ട്. രാവിലെ തുടങ്ങിയോ? എത്ര മണിക്ക് വരും രാവിലെ? 6:30 വരും അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ചൂടും ഇലക്ഷൻ ചൂടും ഒക്കെ എങ്ങനെയുണ്ട്? രണ്ട് ചൂടും, നല്ല വെയിലും. ആർക്കാണ് അനുകൂലമായിട്ട് തോന്നുന്നത് ഇത്തവണ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? മൂന്നുപേരും ശക്തരാണ്. നല്ല മത്സരം നടക്കുന്നുണ്ടോ? കടുത്ത മത്സരം. സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? ഇവിടെയൊക്കെ വന്നോ? രണ്ടുപേരും വന്ന് നാളെ ഇനിയിപ്പം മുരളീധരൻ വരും. ആണല്ലേ? എങ്ങനെയുണ്ട് പൊതുവെ ഒന്ന് ഒരു ട്രെൻഡൊക്കെ ആളുകളൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട്? ഒന്നും പറയാൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻതൂക്കം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മുൻതൂക്കം പറയാനൊന്നും പറ്റത്തില്ല. രണ്ടുപേരും രണ്ടുപേരെന്ന് പറയുമ്പോൾ LDF BJP ഇല്ലേ? ചിത്രത്തിലില്ലേ? ചിത്രത്തിലുണ്ട്, എന്നാലും കഴിഞ്ഞ വർഷത്തെ അത്ര പോരാ ഇല്ലെന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? നല്ല മത്സരമുണ്ടോ? എന്ത് തോന്നുന്നു ഇപ്പോഴൊക്കെ ഇത് കണ്ടിട്ട്? ആരും കുഴപ്പമില്ല, ആരും വരുമോന്നൊന്നും പറയാൻ പറ്റത്തില്ല. നടക്കുകയാണ്. ആർക്കാ ഒരു ചെറിയൊരു മുൻതൂക്കം ഇപ്പൊ തോന്നുന്നേ? ഉടനെ പറയാൻ പാടല്ലേ. എന്നാലും നമ്മളിതൊക്കെ കാണുമ്പോൾ തോന്നുന്നില്ല ഇവൻ കൊള്ളാന്ന് തോന്നുന്നില്ലേ? കൊള്ളാന്നുള്ളവര് വരണം. നല്ലതാ. അപ്പൊ ആര് വരണം എന്ന് ആഗ്രഹം മനസ്സിൽ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ ആറ്റിങ്ങൽ മാർക്കറ്റിലാണ് നിൽക്കുന്നത് അല്ലേ? ആറ്റിങ്ങൽ രാവിലെ സജീവമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും തിരക്കാകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോകാം. ചേട്ടാ എങ്ങനെ കച്ചവടമൊക്കെ തുടങ്ങിയോ? കച്ചവടം തുടങ്ങിയില്ലേ? തുടങ്ങാൻ പോകുന്നത് ആണല്ലേ? ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഉഷാറായി വരുന്നതാണ്. തിരക്കാവുന്നുള്ളൂ അല്ലേ? അതെ. ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ? ഉഷാറാണോ? തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ആർക്കാണ് ഒരു മുൻതൂക്കം കാണുന്നത്? എന്താണ് ഇവിടുത്തെ ഒരു മത്സരം കണ്ടിട്ട് എന്ത് തോന്നുന്നു? മത്സരം തുടങ്ങിയില്ലേ? തുടങ്ങാൻ പോകുന്നില്ലേ? എല്ലാവരും മുൻതൂക്കമായി നിൽക്കുന്നു. എല്ലാവരും ശക്തരാണ്. അപ്പോഴത്തേക്ക് ഭരണം നല്ല ഇതായി വരട്ടെ. എന്തായാലും ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? എന്താണ് ഇവിടുത്തെ ഒരു സാധ്യത ചേട്ടൻ കാണുന്നത്, മനസ്സിൽ തോന്നുന്നത്? സാധ്യത നമുക്ക് പറയാൻ ആരാണ് നമുക്ക് മുൻതൂക്കം എന്ന് അറിയാൻ പറ്റില്ല. എല്ലാവരും ശക്തരാണ്. നല്ല മത്സരമുണ്ട്. മത്സരമുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ഇവിടൊക്കെ? തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുകയാണ്. 3 പേരും കട്ട ചെയ്യുന്നു. സഖാവിനാണ് പ്രതീക്ഷ തോന്നുന്നത്. പൊതുവേ ഉള്ള ഒരു അഭിപ്രായം. എങ്ങനെയുണ്ട് പുള്ളി? പൊതുവെ നല്ല സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ MP എങ്ങനെയുണ്ട്? അടൂർ പ്രകാശ് അദ്ദേഹം നല്ല ആളായിരുന്നു. അദ്ദേഹത്തിൽ കൂടെ സ്ട്രോങ് ആണല്ലേ, ചെറുപ്പക്കാരനല്ല. അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം. അപ്പൊ ഇത്തവണ ആറ്റിങ്ങൽ LDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. വോട്ട് പിടിക്കും. അല്ലാതെ വേറെ ജയസാധ്യതയൊന്നുമില്ല. കേന്ദ്രമന്ത്രി വന്നിട്ടും അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. LDF-ന്റെ ഇതായിരുന്നല്ലേ, ഒന്ന് പിടിച്ചെടുക്കുകയല്ലേ. ഒരു കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത് അത് ഈ തവണ ചിലപ്പോൾ മാറ്റം വരാൻ ഒരു സാധ്യതയുണ്ട് ആറ്റിങ്ങൽ. എങ്ങനെയുണ്ട് മത്സരം? ഇവിടെ കട്ടയ്ക്കാണ്. എന്തായാലും ഈ പ്രചരണവും ബഹളമൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു ജോയ് ജയിക്കുമെന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ MP എങ്ങനെയുണ്ടായിരുന്നു അടൂർ പ്രകാശ്? കൊള്ളാം, പക്ഷെ എന്നാലിപ്പോ വലിയ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മാങ്ങ എവിടുന്ന് വരുന്നതാണമ്മ? എങ്ങനെയുണ്ട് പൊതുവെ കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം മോശം, വളരെ മോശം. ചൂടുകാലമായിട്ട് ഇതൊന്നും പോകുന്നില്ലേ? ചൂടുകാലമായിട്ടാണ് ഇത് പോകാനുള്ളത്, എന്നിട്ട് പോകുന്നില്ല. ആണല്ലേ? എങ്ങനെയുണ്ടാകുമ്പോൾ ഈ ചൂടുകാലത്തിനിടെ ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടാണ് ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നേതാക്കന്മാർ വരും.
പിന്നെ ഒന്ന് ഒരു നന്ദി പ്രകടനം നടത്തും ജയിച്ചു കഴിഞ്ഞാൽ, ജയിക്കുന്ന ആള്. പിന്നെ കാണുന്നത് അടുത്ത 5 വർഷം കഴിയും. അതാണ് ഇവിടുത്തെ നില. എന്താ പറയുക, ഇടത് മുന്നണി വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇന്ത്യയിലെ മതേതരത്വമൊക്കെ തിരികെ വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നിലവിലെ എം പി കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവണമായിരുന്നു. ജോയ് എങ്ങനെയുണ്ട്? വി ജോയ് കുഴപ്പമില്ല, നല്ല ആക്റ്റീവ് ആണെന്നാണ് അഭിപ്രായം. നമ്മുടെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ടല്ലോ, വി മുരളീധരൻ. അപ്പൊ BJP കൂടെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സാധ്യത തള്ളിക്കളയാൻ പറ്റൂല, എന്നാലും ഇടത് സാധ്യതയാണ് നിലനിൽക്കുന്നത്. ചൂട് നല്ല രീതിയിൽ നടക്കുന്നു. അനുകൂലമായിട്ടാണ് ഇപ്പൊ പ്രധാനമന്ത്രി ഇത് തന്നെ പറഞ്ഞത്. അല്ല വേറെ ആരുമില്ല, ആരും വരാനുമില്ല. ഇവിടെയും മുരളീധരൻ തന്നെ ജയിക്കണം. മത്സരമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ആർക്കെങ്കിലും മുൻതൂക്കം കാണുന്നുണ്ടോ? എന്നാലും നമുക്കിത് കാണുമ്പോ തോന്നൂലേ? കയ്യാളപ്പുറത്തിരിക്കുന്ന തേങ്ങയുടെ കണക്കാണ്. അത് കണക്കാണ് കാര്യങ്ങൾ പോണത്. മത്സരം നടക്കുന്നതിന്റെ ഫീൽ എന്താണെന്ന് ആർക്കെങ്കിലും കാണാൻ? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴ് പെരുങ്കുഴിയിലുള്ള ഒരു കയർ നിർമ്മാണ ഫാക്ടറിയിലാണ് അല്ലേ? കയർ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഇത് ഏറ്റവും ആധുനികമായ രീതിയിൽ കയർ നിർമ്മിക്കുന്ന സംവിധാനമാണ്. ഇത് മാത്രമല്ല, പരമ്പരാഗതമായ രീതിയിൽ കയർ നിർമ്മിക്കുന്ന തൊഴിലാളികളും ഇവിടെയുണ്ട്. അപ്പോൾ അവരെ കണ്ട് അവരുടെ വോട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങാം. ചേച്ചി, ഇതിപ്പോ ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആണോ? അതെ, ചിറ്റി എടുക്കും. ഇതിപ്പോ ചെറിയ കയർ ഏകദേശം റെഡി ആയി കഴിഞ്ഞല്ലേ? ഇനി ഇത് ഉണക്കിയെടുക്കണം. എന്താ ചെയ്യുന്നത്? ഇത് ഉണക്കും. അപ്പോൾ ജോലിയൊക്കെ കുഴപ്പമില്ല, നല്ല ജോലിയാണ്. സന്തോഷമാണോ? സന്തോഷം. അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ടോ? ഉണ്ട്. ജോലി കിട്ടുന്നുണ്ടല്ലേ? ഇത് എവിടുന്നാ ഈ ചകിരിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനമായും? ആലപ്പുഴ കയർ ഫെഡിൽ നിന്ന് ചകിരി കൊണ്ടുവരും. ഇത് ഈ കയറ് കൊണ്ടുപോകുന്നതും കയർ ഫെഡുകാർ തന്നെയാണോ? അല്ലാതെ പുറത്തും കൊടുക്കാറുണ്ട്. ഉണ്ടല്ലേ? ഇവിടെ ആളുകൾ വന്ന് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് പോകും. സ്ഥിരം കൊടുക്കുന്ന ആൾക്കാർ. ഉണ്ടല്ലേ? അപ്പൊ ചേച്ചി, ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ? തെരഞ്ഞെടുപ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊക്കെ പോണ ആളാണ് ഞാൻ. നിങ്ങൾ ഇലക്ഷൻ വർക്കിനൊക്കെ പോവും. നമ്മളെ നാട്ടുകാരനാണ് ജോയിണ്ണ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ജോയിണ്ണ അടിപൊളിയാണോ? പിന്നെ നമ്മളെ നാട്ടുകാരനല്ലേ? നാട്ടുകാരൻ എന്നതിനപ്പുറത്തേക്ക് ജോയിണ്ണൻ ജയിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്താ? നമ്മളെ നാട്ടിലുള്ള ആളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാമല്ലോ. ദൂരെയുള്ള ഒരാളാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെന്ന് എന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓടിച്ചെന്ന് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓടി അവരെ വീട്ടുമുറ്റത്ത് ചെല്ലാം. നമ്മുടെ വർക്കല MLA കൂടിയാണല്ലോ. വർക്കല MLA ആണ്. ആ രീതിയിൽ എങ്ങനെയാണ്? നാട്ടുകാരനാണ്. ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഞങ്ങളെ വാർഡ് മെമ്പർ ആയിരുന്നു. അങ്ങനെ ഒത്തിരി മേഖലകളിൽ ഞങ്ങളോടൊപ്പം നിന്ന ഒരാളാണ്. അല്ല, അപ്പൊ അടൂർ പ്രകാശ് MP എങ്ങനെയുണ്ട്? അടൂർ പ്രകാശ് MPയെ മോശം പറയണയല്ല, നമ്മൾ ആ വ്യക്തിയെ നമ്മൾ കാണുന്നില്ലല്ലോ. ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ കാണണമെങ്കിൽ പിന്നെ നമ്മളെവിടെ പോകും? ഇന്ന് വരെ ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല. ഈ പോസ്റ്ററുകളിൽ ഇരിക്കണതല്ലാതെ ഈ അടൂർ പ്രകാശ് എന്നുള്ള ആളിനെ എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുമില്ല. ഇവിടെ BJPയുടെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ടല്ലോ, വി മുരളീധരൻ. ഞാൻ കണ്ടിട്ടില്ല, ഈ പോസ്റ്ററുകളിൽ കണ്ടിട്ടേ ഉള്ളൂ. ആണോ? ചേച്ചി ചേച്ചി ഇതിനകത്ത് മുഴുവൻ നമ്മൾ വിട്ട് ഓടിക്കും. എന്താണ്, ചായ കുടിച്ചോ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? അടിപൊളി. എല്ലാ ദിവസവും ജോലിയുണ്ട്? ഞായറാഴ്ച മാത്രം. ഒരു ദിവസം അവധി വേണ്ടേ? അതെ. അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട് ഇവിടെ? തെരഞ്ഞെടുപ്പ് നല്ല രീതിയിലാണ് നടക്കുന്നത്. ഉഷാറാണോ പ്രചരണമൊക്കെ? മത്സരം എങ്ങനെയുണ്ട്? മത്സരം അടിപൊളിയായിരിക്കും. ആർക്കാ ഒരു സാധ്യത കാണുന്ന ഇത്തവണ ജയിക്കാൻ? ജോയി അണ്ണൻ. അതെന്താ അങ്ങനെ? നമ്മളെ ഇവിടുത്തെ നാട്ടുകാരനാണ്, മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും വരികയും എടുക്കുകയൊക്കെ ചെയ്യും. അടൂർ പ്രകാശ് MP എങ്ങനെയുണ്ട്? അറിഞ്ഞൂടാ. MP അറിയത്തില്ലെന്നാണോ? ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? ഇതെന്താ ഇപ്പൊ ചെയ്യുന്നത്? ചകിരി ഇട്ടിട്ടല്ലേ? ഇത് ഈ മെഷീനിൽ ഇടുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്തിന് അവിടെ ഇടുമ്പോ അവിടെ നിന്ന് കറങ്ങി ഇവിടെ വരും.
താരായിട്ട് നൂലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ? രണ്ടെണ്ണം ചേർന്ന് കയറായിട്ട്. ഓ, കയറായി ഇത് ചെറിയ കളിയല്ല, എന്തായാലും പ്രവർത്തനം പഠിക്കണം. പോളിടെക്നിക് ഒക്കെ പഠിച്ചു വന്നാലേ മനസ്സിലാവുള്ളൂ. ചേച്ചി, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ജോയിയണ്ണൻ നമ്മളെ നാട്ടുകാരനാണ്. എന്തെങ്കിലും ആവശ്യം വന്ന് ഓടിച്ചെന്ന് നമുക്ക് പറയാം. അതേസമയം അടൂർ പ്രകാശിനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഈ പോസ്റ്ററിൽ കണ്ടിട്ടേ ഉള്ളൂ. ഇത്തവണ വോട്ട് ചോദിച്ചൊക്കെ വന്നോ? ജോയിയണ്ണൻ അടൂർ പ്രകാശ് വന്നോ? ഇല്ല, അന്ന് നേരിട്ട് കണ്ടില്ല ഇതുവരെ. ജോലിക്ക് വരണോണ്ട് ചിലപ്പോ വീട്ടിലേക്ക് വന്നാ എന്തോ അറിയാൻ വയ്യ. നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ ഇതിന്റെ പ്രവർത്തനമൊക്കെ ബന്ധപ്പെട്ട് വരാറുണ്ടോ? ഒരാവശ്യത്തിന് ജോയി അണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ? തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലെ MLA അല്ലേ, വർക്കലല്ലേ? ശ്രദ്ധിക്കാറുണ്ടോ? അടിപൊളിയാണോ? അടിപൊളിയാണ്. അവിടെ ഒരു ചേച്ചി മെഷീനിൽ ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചേച്ചി അതിനിടയ്ക്ക് മുങ്ങി കിടക്കാം. ഇതെന്താ ചേച്ചി അവിടുന്ന് ഇവിടെ വന്ന് ഇത് കയറ് ഏകദേശം റെഡിയായോ? കുറച്ച് ആണല്ലേ? ഓ, ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സംവിധാനം ഉണ്ട് കേട്ടോ നേതാജി. എടുക്കാവോ ചേച്ചി ഇത്? ഇതാ ഇതിങ്ങനെ നിറഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അപ്പുറത്തെ മെഷീനെ കൊണ്ട് ചുറ്റും അല്ലേ? ഇത് എത്ര കിലോ ഉണ്ടാവും? 5 കിലോ കൂടുതൽ ഉണ്ടാവും അല്ലേ? ഞങ്ങളുടെ നാട് പിന്നെ ചക്കരക്കയറെന്ന് പറയും, ചെറിയ കയറിന്. അപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? ആർക്കാണ് സാധ്യത കാണുന്നത്? നമ്മളെ നാട്ടിലുള്ള ആള് ജോയി അണ്ണനാണ്. ജോയി അണ്ണൻ ജയിക്കുമെന്നാണ് നമ്മളെ വിശ്വാസം. ശ്രദ്ധിച്ചിട്ട് കമ്മ്യൂണിസ്റ്റിന് വോട്ടിടണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹം? കൊച്ചുനാളിലെ അങ്ങനെയാണ്, വീട്ടിലെല്ലാവരും കമ്മ്യൂണിസ്റ്റാണ്. അടൂർ പ്രകാശ് ഒന്ന് വോട്ടിടാൻ പറഞ്ഞ ചെയ്യോ? ഇല്ല, ചെയ്യത്തില്ല. ഓക്കെ ചേച്ചി, അപ്പൊ പണി നടക്കട്ടെ. ചേച്ചി ആ കയറ് പൊട്ടിച്ച് തീർക്കാതെ. ഇവിടെ 2 ചേച്ചിമാർക്ക് പരാതി, അവരോടൊക്കെ ചോദിച്ചു, ഞങ്ങളോട് ചോദിച്ചില്ല. പരാതി ഇപ്പൊ തീർക്കാം. ചേച്ചി, ഇനി ഒരു പരാതിക്കും വഴിവെക്കണ്ട. എന്താ പറയാനുള്ളത്? കംപ്ലീറ്റ് അങ്ങ് പറഞ്ഞോളാം, അവർ പറയുന്നത് കൂടുതൽ പറഞ്ഞോളാം. കയർ സംഘത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ. ഈ യൂണിയൻ മെമ്പറുമാണ്. ജോലിയൊക്കെ ഉണ്ടോ? നന്നായിട്ട് ജോലിയൊക്കെ ഉണ്ട്. ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതാണെങ്കിൽ രാപ്പകലില്ലാതെ ജോയിയണ്ണന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയും കൂടെയാണ്. ഇത്തവണ ജോയിയണ്ണൻ ജയിക്കും, ഇവിടെ ജയിക്കും. ജയിപ്പിച്ചിട്ട് നമുക്ക് റെസ്റ്റ് ഉള്ളൂ എന്നാ ചേച്ചി പറയുന്നത്. ഏത് കാര്യവും ചെന്ന് നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് ജോയിയണ്ണൻ ജയിക്കണമെന്ന് തന്നെ ഇവിടെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഒരു നല്ല അഭിപ്രായമാണ്. പുറത്തോട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ജോയിയണ്ണൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്? നമ്മളെ നാട്ടുകാരനും നമ്മളെ ഒരു സഹോദരൻ എന്നുള്ള നിലയിലാണ് നമ്മൾ അത്രത്തോളം ഇടപെടുന്നത്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മളെ കണ്ടാൽ ചിരിച്ച് നമ്മളെ തലകൊലിക്കാതെ പോവേയില്ല. അത്രയും നല്ലൊരു. അടൂർ പ്രകാശിനെ ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. ഈ പോസ്റ്ററിൽ മാത്രമേ എന്തോ കുറ്റം ചെയ്തതുപോലെയാണ് പറയുന്നത്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചിറയൻകീഴുള്ളതാണ്, എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതാണ്. ഞാൻ കണ്ടിട്ടില്ല, പോസ്റ്ററിൽ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി, എന്താ ഇവിടുത്തെ അവസ്ഥ? നല്ല രീതിയിൽ പ്രവർത്തനമുണ്ട്. പിന്നെ പെരുമഴി കയർ സംഘ സൊസൈറ്റിയാണ്. ഒരു കയർ യൂണിയൻ അംഗം കൂടെയാണ്. പ്രവർത്തനം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ജോയി എണ്ണനൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് കാര്യത്തിന് വിളിച്ചാലും ജോയി എണ്ണം വരും. അങ്ങനെ നല്ല രീതിയിലൊക്കെ പോകുക തന്നെ. ഉറപ്പാണ്, ജയിക്കുമെന്ന് നല്ല ഉറപ്പാണ്. മിക്കവാറും ജോയി എണ്ണം തന്നെ കയറും. അങ്ങനെയാണ്. എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ജോയിനെ നമ്മളെ അടുത്ത നമ്മളെ വീട്ടിലെ ഒരു അംഗത്തിനെ കണക്കാണ്. ഒരെണ്ണം തന്നെയാണ്. നമ്മളെ വാർഡിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. നമ്മൾ അയൽവക്കമായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ജോയിണ്ണാന്ന് വിളിക്കും. ജോയിണ്ണനും അജിത്തണ്ണനും ഒക്കെ ഒരു കൂട്ടുകാരായിരുന്നു. എൻ്റെ അണ്ണനും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മളെ വീട്ടിൽ വരും. നമ്മൾ അവരെപ്പോഴും കാണേ. എപ്പോഴും നമ്മളെ ജോയി എണ്ണൻ എന്നാണ് പറയുന്നത്. ഇല്ല, നമ്മളെ ജോയി എണ്ണനെ വിളിക്കും. ഇനി മന്ത്രി ആയാലും ജോയി എണ്ണനെ വിളിക്കും. എപ്പോഴും അണ്ണൻ തന്നെ. അണ്ണൻ ഇതുവരെ ഇറങ്ങിയ എല്ലാ സ്ഥലത്തും അണ്ണൻ ജയിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ തോറ്റൊരു ചരിത്രമില്ല. ഇനിയും ഇല്ല, ഇനിയും നല്ലവണ്ണം ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. നമ്മളെ സംഘത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചാൽ വരും. കയർ തൊഴിലാളികളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അവർക്ക് എങ്ങനെയെങ്കിലും ഇത് കൂലി കൂട്ടിക്കൊടുക്കാറുള്ളൂ. അതൊക്കെ ശ്രമിച്ച് അതിനൊക്കെ ഇപ്പൊ ഇവിടെ ആള് വന്നിരുന്നു.
അതായത് അണ്ണൻ വേറെ ലെവലാണെന്നാണ് ചേച്ചിമാരൊക്കെ പറയുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം ഫുൾ ഓഫ് ജോയ് ആണ്, എൻജോയ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് വേറൊരു ഭാഗം കൂടിയുണ്ട്. ഇത് മെഷീനെ കൊച്ചുള്ളല്ലേ കണ്ട, ഇനി ഈ പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന സ്ഥലം കൂടി ഉണ്ടല്ലേ? അപ്പൊ അങ്ങോട്ടേക്ക് അതുകൂടി കണ്ടിട്ട് പോകും. അപ്പൊ അതുകൂടെ കാണാം. നേരത്തെ പറഞ്ഞില്ലേ പരമ്പരാഗത രീതിയിൽ കയർ നെയ്യും ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയത്. അതെ അതെ അതെ. ഇതവിടെ അമ്മമാരൊക്കെ ജോലി തിരക്കിലാണ്. എന്നാലും വേഗം ചോദിച്ചു. അമ്മേ തിരക്കിലാണ്, പണി നടന്നോട്ടെ, പണിയൊന്നും കണ്ടു അതിന്റെ ഇടയിൽ നമുക്ക് പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട് പണിയൊക്കെ? പണിയൊക്കെ സുഖമായത് എന്നാണ്ട് വെയിലല്ലേ. തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ നോക്കാറുണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ കാര്യം നമുക്ക് വിജയിക്കാം. ആരാ ജോലി വിജയിപ്പിക്കോ? ഭയങ്കര തിരക്കില്ല, നമ്മുടെ കൂടെ ഓടിയാലും എങ്ങനെയാ ഇലക്ഷന്റെ കാര്യം അവർ ജയിക്കട്ടെ. ആരാ ജയിക്കാനൊരു സാധ്യത തന്നെ? സാധ്യത കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ ആരാ ജയിക്കാൻ സാധ്യത? നമ്മളെ ജോയി ഉണ്ട്, നമ്മളെ ബന്ധു, നമ്മളെ നാട്ടുകാരൻ ജയിക്കും. അങ്ങനെ ഒരു ഉറപ്പ്? അത് ഉറപ്പുണ്ട്. പിന്നെ നമ്മളെ ബന്ധു നമ്മളെ ഒറ്റ കൊടുക്കായിരിക്കും. ജോയി എന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. എനിക്കല്ലേ ഇപ്പൊ ഇവിടെ പേരും ഉള്ളത്, അതുകൊണ്ട് ജോയി എണ്ണം തന്നെ ജയിക്കും. ഈ അടൂർ പ്രകാശിനെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രകാശിനൊന്നും ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിഞ്ഞൂടെ. അറിഞ്ഞൂടെ? ഈ നാട്ടിലേ വന്നിട്ടില്ല. കാര്യത്തിന് വരണവരല്ലേ നമുക്കറിയാവൂ. ജോയിനെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ നാട്ടിലുള്ളത് ഞങ്ങളെ ബന്ധു, അതുകൊണ്ട് ജോയിനെ വോട്ട് കൊടുക്കും. ജോയി തന്നെ ജയിക്കും. നല്ല ഉറപ്പുണ്ട്. അത് പറയാൻ പറ്റൂല അവനെ. എന്തെന്നാ ഈ നാട്ടുകാരൻ ജോയി, അപ്പൊ ഇത്രയും ജനങ്ങളുണ്ട്, അപ്പൊ ജോയി തന്നെ ജയിക്കും. അപ്പൊ കാറുണ്ടാക്കുന്നൊക്കെ ഉണ്ടല്ലേ? എല്ലാം കണ്ടു. ചൂടാണല്ലേ? അപ്പൊ സമ്മതിക്കണം. പക്ഷെ നമുക്ക് സമയം ബാക്കിയില്ല. ബാക്കിയില്ല, ഒരു മണ്ഡലം കൂടി ബാക്കിയാണ്. തിരുവനന്തപുരത്തേക്ക്. അപ്പൊ തിരുവനന്തപുരത്തേക്ക്. അതെ.